ജീവിതം അത്രയേറെ ചെറുതാണ്. നിങ്ങൾ ജീവിതത്തിൽ ഈ 3 ഇടങ്ങളിൽ സന്ദർശിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി നിങ്ങളത് ചെയ്യണം. നമ്മൾ സന്ദർശിക്കേണ്ട ആദ്യത്തെ സ്ഥലം നമസ്കാരം. ജീവിതത്തിന്റെ യഥാർത്ഥ സത്യം തിരിച്ചറിയാൻ ഓരോ മനുഷ്യനും സന്ദർശിക്കേണ്ട 3 പ്രധാനപ്പെട്ട ഇടങ്ങളുണ്ട്. ദിവസവും പണത്തിനും പദവിക്കും വിജയത്തിനും ഒക്കെ പിന്നാലെ ഓടുന്ന നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്താണ് യഥാർത്ഥത്തിൽ ജീവിതമെന്ന്? അങ്ങനെ ആലോചിക്കുമ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടി നമ്മൾ വലിയ കാടുകളിലേക്കോ അതല്ലെങ്കിൽ വലിയ മലനിരകളിലേക്കോ ഒന്നും പോകേണ്ടതില്ല. പകരം നമ്മൾ സന്ദർശിക്കേണ്ട ആദ്യത്തെ സ്ഥലം ഒരു ഹോസ്പിറ്റലാണ്. കയ്യിൽ കോടികളുടെ സമ്പാദ്യവും വലിയ കാറുകളും പത്രാസും വീടും ഒക്കെ നമുക്കുണ്ടാവാം. പക്ഷേ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇതെല്ലാം നിഷ്പ്രഭമാകുന്ന ഒരു സ്ഥലമാണ് ആശുപത്രി മുറികൾ. അവിടെ ഒരു തുള്ളി ശ്വാസത്തിനായി, ഒരു ദിവസത്തെ ആയുസ്സിനായി ആഗ്രഹിക്കുന്ന മനുഷ്യരെ നമുക്ക് ധാരാളമായി കാണാം. സ്വന്തം ശരീരത്തിലെ വേദന താങ്ങാനാവാതെ നരകിക്കുന്ന മനുഷ്യരുടെ മുന്നിൽ നമ്മൾ സമ്പാദിച്ച പണത്തിനൊന്നും ഒരു വിലയുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷമാണ്. അവിടെ എത്തുമ്പോൾ ഒരു കാര്യം നമ്മൾ പഠിക്കുക തന്നെ ചെയ്യും. ഈ ലോകത്ത് ആരോഗ്യത്തെക്കാൾ അതിനേക്കാളൊക്കെ വലുതായി വലിയൊരു സമ്പത്തും നമുക്കില്ല എന്ന്. ഇനി നിങ്ങൾ സന്ദർശിക്കേണ്ട രണ്ടാമത്തെ ഇടം എവിടെയാണെന്ന് അറിയാമോ? അതൊരു ജയിലാണ്. 4 ചുവരുകൾക്കുള്ളിൽ അടക്കപ്പെട്ട മനുഷ്യരെ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. അവർക്ക് ആഗ്രഹമുള്ളപ്പോൾ പുറത്തിറങ്ങാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ കാണാനും അവർക്ക് കഴിയില്ല. ഇഷ്ടമുള്ള ഭക്ഷണം അതൊന്നും കഴിക്കാൻ അവർക്ക് നിവൃത്തിയില്ല. ക്ഷണികമായ ഒരു ദേഷ്യത്തിൻ്റെയോ അതല്ലെങ്കിൽ ഒരൊറ്റ തെറ്റിൻ്റെയോ അതിൻ്റെ ഒക്കെ പേരിൽ ജീവിതകാലം മുഴുവൻ ആ തടവറയിൽ കഴിയുന്ന ആളുകളെ കാണുമ്പോൾ നമ്മളൊരു സത്യം തിരിച്ചറിയും. സ്വാതന്ത്ര്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന്. നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നടന്നു പോകാനും കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ സമയം ചെലവഴിക്കാനും ഒക്കെ കഴിയുന്നത് എത്ര വലിയ അനുഗ്രഹമാണ് എന്ന് ജയിലിന്റെ അടഞ്ഞ വാതിലുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുക തന്നെ ചെയ്യും. ഇനി അവസാനമായി നമ്മൾ സന്ദർശിക്കേണ്ട 3ാമത്തെ ഒരു ഇടമുണ്ട്. ആ സ്ഥലം എവിടെയാണെന്ന് അറിയാമോ? അതൊരു ശ്മശാനമാണ്. രാജാവായാലും ഭിക്ഷാടകനായാലും പണക്കാരനായാലും പാമരനായാലും പാവപ്പെട്ടവനായാലും ആരായാലും അവസാനം നമ്മൾ എത്തുന്നത് ഈ മണ്ണിലേക്കാണ്. നമ്മൾ പടുത്തുയർത്തിയ അഹങ്കാരങ്ങളും നേടിയെടുത്ത സ്ഥാനമാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ, വാശികൾ എല്ലാം ഈ ഒരൊറ്റ സ്ഥലത്ത് ചാരമായി മാറുന്നത് കാണാം. ശ്മശാനത്തിന്റെ ശാന്തതയിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യമാവും. നമ്മൾ ഈ കാണുന്ന ജീവിതമുണ്ടല്ലോ, ആ ജീവിതം ഒന്നുമായിരുന്നില്ല എന്ന്. ഒടുവിൽ ഒപ്പം വരാത്ത കാര്യങ്ങൾക്കായി നമ്മൾ ദിവസവും വഴക്കിട്ടതും മറ്റുള്ളവരെ വെറുത്തതും അഹങ്കരിച്ചതും ഒക്കെ നമുക്ക് ഓർമ്മ വരും. അതുകൊണ്ട് നല്ല ആരോഗ്യത്തോടെ നമ്മൾ ഇരിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ്. കിട്ടിയ സ്വാതന്ത്ര്യം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നതാണ്. ആരെയും വെറുക്കാതെ അഹങ്കരിക്കാതെ പരസ്പരം സ്നേഹത്തോടെ പരമാവധി പറ്റുന്ന രീതിയിലൊക്കെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുക എന്നതാണ്. കാരണം ജീവിതം അത്രയേറെ ചെറുതാണ്. നിങ്ങൾ ജീവിതത്തിൽ ഈ 3 ഇടങ്ങളിൽ സന്ദർശിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി നിങ്ങളത് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.